നമസ്കാരം. കടുത്ത ഇന്ത്യ വിരുദ്ധ തീവ്രവാദ നേതാവും ധാക്ക 8 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ അവ്യക്തതകൾ തുടരുന്നു. പ്രതികളെ ഇനിയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. കാറിൽ സഞ്ചരിക്കവേ അജ്ഞാതരായ ബൈക്ക് യാത്രക്കാരുടെ വെടിയേറ്റു കൊല്ലപ്പെട്ട യുവ നേതാവിന്റെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ ബംഗ്ലാദേശ് പോലീസിന് സാധിച്ചിട്ടില്ല. ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുണ്ടായ കൊലപാതകം രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിവിടുമെന്നത് തീർച്ചയാണ്. നിലവിൽ നിരോധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയോ ഇത് തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കില്ല. അതേസമയം രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ അവസരം മുതലാക്കുമോ എന്ന ആശങ്ക ശക്തമാണ്. ഉസ്മാൻ ഹാദിയെ വെടിവെച്ചതായി ആരോപിക്കപ്പെടുന്ന ഫൈസൽ കരീമിന് 2 തവണ ജാമ്യത്തിനായി വാദിച്ചത് ജമാഅത്തെ ഇസ്ലാമി നേതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ മുഹമ്മദ് ഷിഷിർ മോനിയാണെന്ന് BNP നേതാവും മുൻ MP-യുമായ നിലോഫർ ചൗധരി മോനി ആരോപിച്ചു. ഹാദിയെ വെടിവെച്ചയാൾക്ക് 2 തവണ ജാമ്യം കിട്ടാൻ സഹായിച്ചത് മുഹമ്മദ് ഷിഷിർ മോനിയാണ്. ഞാനത് ഉത്തരവാദിത്തത്തോടെ പറയുന്നു. ഞാൻ കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് സുരക്ഷിതമായ വീട്ടിൽ പോകാൻ കഴിയില്ല. ഞങ്ങൾ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത് ഇതിനല്ലെന്നും നിലോഫർ ചൗധരി പറഞ്ഞു. അതേസമയം പുറത്തായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നിരോധിക്കപ്പെട്ട അവാമി ലീഗുമായി ഫൈസൽ കരീമിനെ ബന്ധപ്പെടുത്തി ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ ഇളക്കിവിടാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഫൈസൽ കരീം ഇന്ത്യയിലേക്ക് കടന്നു എന്നതിന് തെളിവില്ലെന്ന് ബംഗ്ലാദേശ് പോലീസും പറയുന്നു. US ആസ്ഥാനമായ ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നവംബറിൽ നടത്തിയ സർവേയിൽ 33% പേർ BNPക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ 29% ജമാഅത്ത് ഇസ്ലാമിക്കാണ് പിന്തുണ നൽകുന്നത്. അതേസമയം 53% പേർ ജമാഅത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തിയപ്പോൾ BNPയെ 51% പേർ പിന്തുണച്ചു. ഷെയ്ഖ് ഹസീന വിരുദ്ധ ഇൻകുലാബ് മഞ്ചിന്റെ വക്താവ് കൂടിയായിരുന്നു ഇന്ത്യ വിരുദ്ധ തീവ്രവാദ നേതാവായിരുന്ന ഉസ്മാൻ ഹാദി. ഡിസംബർ 12-ന് മുഖംമൂടി ധരിച്ചു ബൈക്കുകൾ എത്തിയ തോക്കുധാരികളാണ് ഇയാളെ വെടിവെച്ചത്. പ്രതിയായ ഫൈസൽ കരീം ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതായി തീവ്രവാദ ഗ്രൂപ്പുകൾ അന്നു മുതലേ പ്രചാരം തുടങ്ങിയിരുന്നു. ഫൈസൽ കരീം മസൂദിനെതിരെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും രാജ്യം വിട്ടുപോകുന്നത് തടയാൻ ധാക്ക കോടതി യാത്രാ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഡിസംബർ 12-ന് ധാക്കയിൽ വെച്ചാണ് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന ഹാദിക്ക് വെടിയേറ്റത്. മോട്ടോർ സൈക്കിളിലെത്തിയ 2 ആക്രമികൾ ഹാദിയുടെ തലയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റ ഹാദിയെ ആദ്യം ധാക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഡിസംബർ 15-ന് സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 2024-ലെ ബംഗ്ലാദേശി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്നു ഹാദി. അതിനിടെ പുതിയ ബംഗ്ലാദേശിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള ബന്ധവും ഉലച്ചിലാണ്. കോൺസുലർ വിസ സേവനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതായി ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ചിറ്റഗോങ്ങിലെ വിസ അപേക്ഷാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിന് പിന്നാലെയാണ് നീക്കം. ഷരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശ് സംഘർഷഭരിതമായ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യയുടെ തീരുമാനം.